ഈ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ മഠാധിപതിക്കെതിരെ ജാമ്യമില്ലാ കേസാണ് എടുത്തിരിക്കുന്നത്. ഈ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞതിനും അയ്യപ്പൻ്റെ മിത്രമായി കരുതുന്ന വാവരെ കുറിച്ച് പറഞ്ഞതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ കേസെടുത്തിരിക്കുന്നത്. അവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് ചെയ്തതെന്നൊരു ചോദ്യമുണ്ട്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പമ്പയിൽ ഒരു സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ സർക്കാർ മാർക്സിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി പരിപാടി, അതൊരു അയ്യപ്പ സംഗമമായിരുന്നില്ല, അതൊരു പാർട്ടി പരിപാടിയായിരുന്നു. പങ്കെടുത്ത പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. തീരെ ആള് കുറഞ്ഞുപോയി, ശുഷ്കമായ സദസ്സ്, കോടികൾ വെള്ളത്തിലെറിഞ്ഞു. അങ്ങനെയൊക്കെ പരാജയപ്പെട്ടപ്പം നേരെ വെച്ച് പന്തളത്ത് സംഭവിച്ചു എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഭാരതത്തിൽ നിന്ന് വിശേഷിച്ചും കേരളത്തിൽ നിന്ന് വിശേഷിച്ചും അയ്യപ്പ ഭക്തന്മാരുടെ ഒഴുക്കായിരുന്നു. ആ ഒഴുകിയ എത്തിയ അയ്യപ്പന്മാര് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം, പിണറായിയുടെ ഭരണകൂടം പ്രത്യേകിച്ചും ശബരിമലയിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളെയെല്ലാം പ്രതിരോധിക്കുന്നതിനുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ ദൃഢനിശ്ചയത്തെ വിളിച്ചറിയിക്കുന്നതായിരുന്നു. അവിടെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അവിടെ ആ മുൻനിരയിൽ കണ്ട സന്യാസികളുടെ സമൂഹം. വേദിയിലും ഉണ്ടായിരുന്നു, മുൻനിരയിലും ഉണ്ടായിരുന്നു. അത് ഭാരതത്തിൽ ആകമാനമുള്ളതുപോലെ കേരളത്തിലും ഒരു മാറ്റത്തിൻ്റെ സന്ദേശമാണോ സൂചനയാണോ നൽകുന്നതെന്ന് പിണറായി സർക്കാർ ഭയപ്പെട്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ അവിടെ പ്രസംഗിച്ച, അവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സ്വാമി ശാന്താനന്ദ മഹർഷി, അദ്ദേഹത്തെ പേര് കാണുമ്പം മാർക്സിസ്റ്റുകാരന് ഭയം തോന്നും, ഹിന്ദു വിരുദ്ധ വർഗീയവാദികൾക്ക് ഭയം തോന്നും, സ്വാഭാവികമാണ്. കാരണം ആ ചെങ്കോട്ടുകുളം രാമദാസ മിഷൻ മഠാധിപതി, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് കേട്ടാൽ ഇന്നും കേരളത്തിലെ ഹിന്ദു വിരുദ്ധ വർഗീയവാദികളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ കേരളത്തിലുണ്ടാക്കിയ ആ സാമൂഹികവും സാമൂഹികവും ആത്മീയവുമായുള്ള ഇടപെടലിനെ ഓർമ്മയുള്ളവർക്കറിയാം എത്ര ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസമെന്നും എത്ര ശക്തമായിരുന്നുവെന്നും ആയിരുന്നു അദ്ദേഹം നൽകിയ സന്ദേശമെന്നും കൃത്യമാണ്. അതേ പാതയിലൂടെ പോകാൻ വേണ്ടി, അതേ പാതയിലൂടെയാണ് ഞാൻ പോകുന്നതെന്ന് ഡൽഹിയിൽ നടന്ന, എനിക്ക് തോന്നുന്നു 19-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഡൽഹിയിൽ നടന്നൊരു സമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. പന്തളത്ത് നടന്ന രണ്ടും അയ്യപ്പ സംഗമമാണ്. അവിടെയും പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ഒരു പഴുത് നോക്കുകയായിരുന്നു കേരളത്തിലെ ഫാസിസ്റ്റ്, പിണറായിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം. ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞത്, പൊതുവെ കേരളത്തിലെ ഹിന്ദുവാണെന്ന് പറയുന്നതിൽ അഭിമാനമുള്ള സമൂഹം പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ വാവരുടെ പേരിൽ ഒരു നട ഉള്ളത് യഥാർത്ഥത്തിൽ വാവരല്ല. അവിടെ ഉണ്ടാവേണ്ടത് പരമശിവന്റെ ഭൂതഗണത്തിൽപ്പെട്ട വാപൂരസ്വാമിയാണ് എന്നാണ് അടിസ്ഥാനപരമായി കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്ന കാര്യം. അതുകൊണ്ട് അവിടെ വാവരല്ല, വാവരെന്ന് പറയുന്ന ഇസ്ലാം നാമധാരി അല്ല. അവിടെ സാന്നിധ്യം വാപുരന്റെയാണ്, മഹാദേവന്റെ ഭൂതഗണത്തിൽപ്പെട്ട വാപുരൻ്റെതാണ്
ഇത് പൊതുസമൂഹത്തിലുള്ള വിശ്വാസമാണ്. പലരും അല്ലാതാക്കി മാറ്റുന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹം അവിടെ ആവർത്തിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ബാബുരിന് ഈ ബാബരെ കുറിച്ച് പറയുന്നത് തന്നെ അങ്ങ് ശബരിമലയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ആളല്ലേ. അതെ, ബാബരെ കുറിച്ച് പറയുന്നത് തന്നെ സ്വാമി അയ്യപ്പൻ പുലിയെ തേടി പോയ സന്ദർഭത്തിൽ മുസ്ലിം കൊള്ളക്കാര് എന്ന് തന്നെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. കൊള്ളക്കാരാക്രമിച്ചുവെന്നും കൊള്ളത്തലവനായിരുന്നു ഈ ബാബരെന്നുമാണ് പറയുന്നത്. പക്ഷേ സ്വാമി അയ്യപ്പന്റെ ആ പോരാട്ട മികവ് അതിനു മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. അതിനു മുമ്പിൽ ബാബര് കീഴടങ്ങുകയായിരുന്നു. സുഹൃത്തായി സമ്മതിച്ചു. അവിടെ നിന്നാണ് പിന്നീട് എരുമേലിയിൽ നിന്ന് കൂടെ അങ്ങനെ കഥ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെയും പറയുന്നത് എന്താണ്, ബാബര് ഒരു കൊള്ളക്കാരനായിരുന്നു എന്നുള്ളതാണ്. അതാണ് സ്വാമി അയ്യപ്പനോട് കൂടെ ചേരുന്നതിന് മുമ്പ് ബാബറുടെ അഡ്രസ്. ഒരു കൊള്ളക്കാരനെ തീവ്രവാദി എന്ന് വിളിച്ച ഭയങ്കര അപകടമാണ്. അല്ലെങ്കിൽ തന്നെ കൊള്ളക്കാരനായിരുന്ന ബാബരെ തീവ്രവാദി എന്ന് ഈ സ്വാമിജി വിളിച്ചുവെങ്കിൽ അതിലിത്ര അപകടം എന്താ ഉള്ളത്? അത് ആരുടെ വികാരങ്ങളെയാണ് ഹർട്ട് ചെയ്യുന്നത്? ബാബര് ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ ആരാധ്യ പുരുഷനൊന്നും ആയിരുന്നില്ല. അവര് പൂജിച്ച് ആരാധിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ആ പ്രദേശത്തെ ഐതിഹ്യത്തിൽ പറയുന്നത് പോലെ ഒരു കൊള്ളക്കാരൻ, അത്രയേ ഉള്ളൂ. ആളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വൈകാരികമായ പ്രകോപനം ഉണ്ടാവുമെന്നും ആളുടെയൊക്കെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നും വളഞ്ഞു കെട്ടി ആലോചിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ, അമിത്ഷായെയൊക്കെ തീവ്രവാദി എന്ന ഇവിടുത്തെ ചാനലുകളിലെ അവതാരകന്മാർ പോലും ഇരുന്ന് ആവർത്തിച്ച് പറയുമ്പം അവർക്കൊന്നും എതിരെ ആർക്കും കേസെടുക്കണ്ടേ? ശ്രീരാമനെ അധിക്ഷേപിച്ച കേസെടുക്കണ്ടേ? ശ്രീകൃഷ്ണന്റെ പേര് പറഞ്ഞ ഒരു തെമ്മാടി രാഷ്ട്രീയക്കാരൻ അടുത്ത ദിവസം പറഞ്ഞ വാചകമുണ്ട്, നാട്ടിലെ അസാൻമാർഗിക ആളുകളെ കുറിച്ച് പറയുമ്പം ഉണ്ണികൃഷ്ണന്മാരെന്ന് പറയാറുണ്ടെന്ന് ഒരു ചിന്തോ ജോളം നിർത്തല പറഞ്ഞത്. അവനെതിരെ കേസ് വേണ്ടേ? അപ്പൊ ഹിന്ദുവിനെതിരെ എന്തു പറഞ്ഞാലും ആർക്കും കേസെടുക്കാനൊന്നും സമയമില്ല. അവതാരകരെ ആവർത്തിക്കും. ആ റിപ്പോർട്ടർ ചാനലിലെ അവതാരകരൊക്കെ ഉണ്ടല്ലോ, ഇൻട്രോ പറഞ്ഞൊക്കെ തുള്ളിക്കളിക്കുന്ന ഒരുത്തൻ എത്ര മോശമായിട്ടാണ് ഹിന്ദു വിരുദ്ധ വർഗീയത ചാനലിൽ കൂടി പ്രസംഗിക്കുന്നത്. കൈരളി അങ്ങനെയാണ്. എല്ലാ ചാനലുകളും ഇതൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഒന്നും കേസില്ല. ചെങ്കോട്ട് കൊടുത്ത് സ്വാമിക്കെതിരെ കേസെടുക്കും. കാരണമുണ്ട്. ചെങ്കോട്ടുകോട് സ്വാമി ആ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തിരുവഴികളുടെ ശിഷ്യനാണ് ഈ ശാന്താനന്ദ മഹർഷി. അതേ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പുതിയ മഠാധിപതി ആ മഠത്തിൽ വന്നപ്പോൾ അതിൽ ഭയമുണ്ട്. ആ ഭയം നല്ലതാണ്. കാരണം അദ്ദേഹമൊന്നും ഒരിക്കലും ചെങ്കോട്ടുകളും മഠമോ സ്വാമി സത്യാനന്ദ തിരുമണികളോ അദ്ദേഹം പിന്തുണയ്ക്കുന്ന അല്ലെ അദ്ദേഹം ചേർന്നിരിക്കുന്ന സന്യാസി സമൂഹമോ ഒന്നും ഒരിക്കലും മുസ്ലിമിനെതിരല്ല, ക്രിസ്ത്യാനിക്കെതിരല്ല, വർഗീയതക്കെതിരാണ്. ഹിന്ദു വിരുദ്ധ വർഗീയതയെ പ്രതിരോധിക്കും. നിലയ്ക്കലിൽ കടന്നാക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കും. അതിന് മുമ്പിൽ നിൽക്കും. അത് രാക്ഷസീയ ഭാവത്തിന്റെ വളർച്ച ഉണ്ടാകുമ്പം ധർമ്മത്തോടൊപ്പം നിൽക്കുന്ന എല്ലാ കാവ്യൊടുത്തവന്റെയും ധർമ്മമാണ് എന്ന ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പിലൊരു കേസുമൊക്കെ ഇട്ട് കൊടുത്ത് ഇദ്ദേഹത്തെ ചെങ്കോട്ടുകോടത്തെ ആദരണീയനായ മഠാധിപതിയെ നിശബ്ദനാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ
അങ്ങനെ ശ്രമിക്കുന്നവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളിത് കാഞ്ചി കാമകോടി പീഠാധിപതി നോക്കിയതല്ലേ? അല്ല, അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷെ പന്തളത്ത് സംഗമത്തിൽ കണ്ട അത്രയും ജനക്കൂട്ടം ഇതിനെതിരെയും രംഗത്ത്. ഞാൻ പറയുന്നത് നല്ലൊരു കാര്യമെന്ന്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു കാലഘട്ടത്തിൽ ജഗദ്ഗുരു സത്യാനുസര തിരുമണിയുടെ വാക്കുകൾ കേരളത്തിലാകമാനം അഗ്നി പോലെ പടർന്നൊരു സാഹചര്യത്തെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ഉറങ്ങിക്കിടക്കുന്ന ഹൈന്ദവ സമൂഹത്തെ ഉണർത്തുന്നതിന് അത് വഴിയൊരുക്കുകയാണെങ്കിൽ ഇത്രയും അക്കാലം വരെയും ഇപ്പം പ്രത്യേകിച്ചും അവഗണിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട ശുദ്ധമായ ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒന്നായിട്ട് ഒരു മനസ്സോടുകൂടി ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ അത് പിണറായിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ ഹിന്ദുവിരുദ്ധ വർഗീയതയോടൊപ്പം നിൽക്കുന്ന ഇടത് വലത് വർഗീയ മുന്നണികളുടെയും രാഷ്ട്രീയ ഭാവിയെ പോലും മാറ്റിമറിക്കും എന്നുള്ളത് മറക്കാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.